ഹാർട്ട് വാച്ചിലെ ബിപിയും പൾസ് ഓക്സിമീറ്ററും ഹാർട്ട് റേറ്റും കമ്പയർ ചെയ്ത് നോക്കാം. നമ്മുടെ അനസ്തേഷ്യ മോണിറ്റർ, ഫിലിപ്സിൻ്റെ അനസ്തേഷ്യ മോണിറ്ററാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് വാച്ച് നോക്കാം. ബി കഫ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. പൾസ് ഓക്സിമീറ്റർ കൂടി കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് നോക്കാം. ഓക്കെ, പൾസ് ഓക്സിമീറ്റർ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വാച്ച് നമുക്ക് സ്റ്റാൻഡ് ബൈ മാറ്റിയിട്ട് പൾസ് ഓക്സിമീറ്റർ നോക്കാം. വാച്ചിൻ്റെ പൾസ് ഓക്സിമീറ്റർ മെഷർ ചെയ്യുന്നുണ്ട്. ഇവിടെ 100 കാണിക്കുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 98, 96, 99, 97. അവിടെ ഇപ്പോഴും 100 ആണ്. 99. 1% വ്യത്യാസം ഒന്നും വലിയ കുഴപ്പമില്ല, വലിയ വരാം സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി ഹാർട്ട് റേറ്റ് നോക്കാം. ഹാർട്ട് റേറ്റ് 93 ആണ്. വാച്ചിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ പ്രോപ്പറായിട്ട് കാണിക്കുകയുള്ളൂ. ആദ്യം കുറച്ച് കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. ഏകദേശം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ് റീഡായി. ആദ്യത്തെ റീഡിങ് കഴിഞ്ഞ് 30 സെക്കൻഡോളം റീഡായിട്ടില്ല. 93 ആണ്. അതിൽ 98 ആണ്. ഓൾമോസ്റ്റ് സെയിം ആണ്. 90, 91, 93, 92. 92 ഓൾമോസ്റ്റ് സെയിം ആണ്. 86, 90, 91, 87, 84, 80. ഇനി നമുക്ക് ബി പി നോക്കാം. ബി പി കഫ് ഞാൻ ഇപ്പം ഇതിലെ ബി പി ഒന്ന് നോക്കട്ടെ. ഇതിൽ വാച്ചിൽ നമുക്ക് ബി പി നോക്കാം. ഓക്കെ, വാച്ചിൽ ബി പി മെഷർ ചെയ്യുന്നുണ്ട്. വാച്ചിൽ മെഷർ ചെയ്തിട്ട് നമുക്ക് അതിൽ നോക്കാം. ഇത് സ്മാർട്ടിക്സിൻ്റെ വാച്ചാണ്. സ്റ്റിൽ റീഡിങ് 98/67. ഓക്കെ, ഇനി നമുക്ക് മോണിറ്ററിൽ ബി പി നോക്കാം. റീഡ് ചെയ്യുന്നുണ്ട്. ബി പി റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൾസ് ഓക്സിമീറ്റർ ഒന്ന് നോക്കാം, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് നോക്കാം. ആ സമയത്ത് എന്ത് കാണിക്കുന്നുണ്ടോ നോക്കാം. ഹാർട്ട് റേറ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് അതിന് വേരിയേഷൻ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. അവിടെ 90 കാണിക്കുന്നുണ്ട്. ഇവിടെ 150 കാണിക്കുന്നുണ്ട്. 154. അവിടെ കാണിക്കുന്ന പൾസ് ഓക്സിമീറ്ററിൽ കാണിക്കുന്നത് കറക്റ്റാണ്, കാരണം പ്രോപ്പർ വേവ് ഫോം ഉണ്ട്. ഇവിടെ 120, 150 കാണിക്കുന്നു. എന്നാലും 97 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബി പി വന്നിട്ട് 123/72 ആണ്. ഒന്നുകൂടി നമുക്ക് വാച്ചിൽ ഒന്നുകൂടി നോക്കാം. ഓക്കെ, വാച്ചിൽ മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 123/72 ആണ്. സ്റ്റിൽ മെഷറിങ്. എനിക്ക് തോന്നുന്നു ഇതിൽ ബി പി റീഡ് ചെയ്യുന്നത് ഈ കാണുന്ന വേവ് ഫോമിൻ്റെ
ഉണ്ടല്ലോ. അപ്പോൾ 9765 ആണ്. 9765 123/72. അപ്പോൾ ഇതിൻ്റെ വേവ് ഫോമിൻ്റെ ഇത് വെച്ചിട്ടാണ് BP മനസ്സിലാക്കുന്നതെന്ന് തോന്നുന്നു. SP02 അതേ സെൻസറാണെന്ന് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് അറിയില്ല എങ്ങനെയാണ് BP സെൻസ് ചെയ്യുന്നതെന്ന്. നോക്കണം. എന്തായാലും വ്യത്യാസമുണ്ട്. ഒന്നുകൂടി വേണമെങ്കിൽ നോക്കാം. മോണിറ്ററിൽ നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം. BP ഇവിടെ ഇതേ സമയം ടെസ്റ്റ് ചെയ്താൽ വ്യത്യാസം ഉണ്ടാവും. കാരണം കഫ് കംപ്രസ് ആവുന്നതുകൊണ്ട് വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത. എന്നാലും മോട്ടറെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വൺ 101/70 ആണ് കാണിക്കുന്നത്. 101/70 പക്ഷെ അത് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. ഓക്കെ, ഇതാണ് റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു റീഡിങ് കൂടെ വാച്ചിലെടുത്ത് നോക്കാം. റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. വൺ 30/60 ആണ്. ഓരോ റീഡിങ് കൂടെ നോക്കാം. ആക്ച്വലി ഇരുന്നാണ് നോക്കേണ്ടത്. ഞാനിപ്പോൾ നിന്നുകൊണ്ടാണ് നോക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ വാച്ചിലൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നിട്ടാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇരുന്നിട്ട് വേണം BP എടുക്കാൻ. 122/77. ഇനി നമുക്ക് അവസാനമായിട്ട് വാച്ചിലൂടെ ഒന്ന് നോക്കാം. ഓക്കെ, റീഡ് ചെയ്യുന്നു. സ്റ്റിൽ റീഡിങ്. One 101/70 122/77. ഇതാണ് ഡിഫറൻസ്. ഓക്കെ, ഇതാണ് ഡിഫറൻസ്. ഓക്കെ.